ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. എന്റെ ഭാരതം വികസിത ഭാരതം അറ്റ് 2047 യുവാക്കൾക്കായി എന്ന സന്ദേശവുമായി ഈ വർഷത്തെ ദേശീയ യുവജനോത്സവം നാസിക്കിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര പദ്ധതികൾക്ക് സംസ്ഥാനത്ത് വേണ്ട പരിഗണന ലഭിക്കുന്നില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ. വികസന പദ്ധതികൾ അർഹരായവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുറപ്പുവരുത്തുകയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭരണഘടന അനുശാസിക്കുന്ന മാർഗത്തിലൂടെ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. കേരളത്തിൽ ഗവർണർക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ ദൌർഭാഗ്യകരമാണെന്നും ഗോവ ഗവർണർ. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് സംസ്ഥാനത്ത് വൻ ജനപങ്കാളിത്തം. മതസൌഹാർദ്ദത്തിന്റെ നന്മകൾ വിളിച്ചോതുന്ന എരുമേലി ചന്ദനക്കുടം ഘോഷയാത്ര ഇന്ന്. പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നാളെ. മൊഹാലിയിൽ ഇന്ന് നടക്കുന്ന T20 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. ഒന്നാം സ്ഥാനം മഹാരാഷ്ട്രയും 2ഉം 3ഉം സ്ഥാനങ്ങൾ യഥാക്രമം മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും നേടി. മഹാരാഷ്ട്രയിലെ സാസ്വത് ആണ് ശുചിത്വമേറിയ നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത്. പുരസ്കാരം നേടിയ എല്ലാ സംസ്ഥാനങ്ങളെയും നഗരങ്ങളെയും രാഷ്ട്രപതി അഭിനന്ദിച്ചു. ദേശീയ യുവജനോത്സവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ യുവാക്കളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. സ്വാമി വിവേകാനന്ദന്റെ ആശയങ്ങളെയും ചിന്തകളെയും ആദരിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജനുവരി 12 എല്ലാ വർഷവും ദേശീയ യുവജന ദിനമായി ആഘോഷിച്ചു വരികയാണ്. എന്റെ ഭാരതം വികസിത ഭാരതം അറ്റ് 2047 യുവജനങ്ങൾക്കായി എന്നതാണ് ഈ വർഷത്തെ ദേശീയ യുവജനോത്സവത്തിന്റെ പ്രമേയം. യുവജനദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ നിന്നുൾപ്പെടെ 750 ജില്ലകളിൽ നിന്നുള്ള 88,000-ത്തിലധികം സന്നദ്ധ പ്രവർത്തകർ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. റോഡ് സുരക്ഷാ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, പ്രാഥമിക രക്ഷാപ്രവർത്തനത്തിനുള്ള പരിശീലനം, രക്തദാന ക്യാമ്പ്, അങ്കണവാടി സന്ദർശനം തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടക്കും. കേന്ദ്ര പദ്ധതികൾക്ക് സംസ്ഥാനത്ത് വേണ്ട പരിഗണന ലഭിക്കുന്നില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ രാഷ്ട്രീയം കാണരുത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരുടെ ഒപ്പം നിന്ന് രാജ്യം ഒന്നാം സ്ഥാനത്തെത്താൻ പരിശ്രമിക്കണമെന്നും ശോഭ കരന്തലജെ പറഞ്ഞു. കേവലം കൊപ്ര മാത്രമല്ല, തേങ്ങയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ നാം തയ്യാറാകണം. ഇതിന് കൂടുതൽ വിപണന സാധ്യതയുണ്ട്. കേന്ദ്ര പദ്ധതികൾ ഉപയോഗപ്പെടുത്തി രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകണമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. വർക്കല മണമ്പൂരിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. അതിന്റെ ഭാഗമായി രാജ്യത്തെ സമസ്ത മേഖലകളിലും നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. വികസന പദ്ധതികൾ അർഹരായവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുറപ്പുവരുത്തുകയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ലക്ഷ്യമെന്നും ശ്രീ വി മുരളീധരൻ പറഞ്ഞു. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭരണഘടന അനുശാസിക്കുന്ന മാർഗത്തിലൂടെ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. തൊടുപുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഗവർണർക്കെതിരെ പ്രഖ്യാപിച്ച ഹർത്താൽ ദൌർഭാഗ്യകരമാണ്. അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ നിന്നും പിന്മാറണം. പ്രതിഷേധം കേരളത്തിന്റെ സൽപ്പേരിന് കളങ്കമാണെന്നും ശ്രീ PS ശ്രീധരൻപിള്ള പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. കണ്ണൂർ ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര നാളെ സമാപിക്കും. ഇന്ന് രാവിലെ പായം പഞ്ചായത്തിലെ മാടത്തിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപം യാത്ര സംഘടിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം അയ്യൻകുന്ന് പഞ്ചായത്തിലെ അങ്ങാടിക്കടവിലും യാത്ര എത്തിച്ചേരും. കോഴിക്കോട് ജില്ലയിൽ രാവിലെ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് യാത്രയ്ക്ക് സ്വീകരണം നൽകി. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വെള്ളിമാടുകുന്ന് കാനറ ബാങ്കിന് സമീപത്തും യാത്രയ്ക്ക് സ്വീകരണം നൽകും. മലപ്പുറം ജില്ലയിൽ ഇന്ന് നിലമ്പൂർ ചന്തക്കുന്നിലും പുതിയ ബൈപ്പാസ് പരിസരത്തും വികസിത് ഭാരത് സങ്കല്പ് യാത്ര എത്തും. കോഴിക്കോട് ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഗ്രാമീണ മേഖലയിലെ പര്യടനം പൂർത്തിയായി. പാലക്കാട് ജില്ലയിൽ 3 ആദിവാസി കേന്ദ്രങ്ങളിലും 16 നഗര കേന്ദ്രങ്ങളിലും 85 ഗ്രാമീണ കേന്ദ്രങ്ങളിലും യാത്ര പര്യടനം നടത്തി. വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ PM ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം സൌജന്യ പാചകവാതക കണക്ഷൻ ലഭിച്ച കൊല്ലം ജില്ലാ കുളക്കട ഗ്രാമപഞ്ചായത്തിലെ വീട്ടമ്മ ലാലജ തന്റെ സന്തോഷം ആകാശവാണി വാർത്തകളുമായി പങ്കുവയ്ക്കുന്നു.
എനിക്ക് വർഷങ്ങളായിട്ട് ഗ്യാസ് കണക്ഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. ഞാനൊരു വിധവയാണ്. എനിക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആളാണ്. എനിക്ക് ഗ്യാസിന് വേണ്ടി ഞാൻ പല ആൾക്കാരുടെയും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്കൊരു ഗ്യാസ് കണക്ഷൻ കിട്ടിയില്ല. പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല സ്കീം വഴി എനിക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടി. എനിക്ക് കോടാനുകോടി നന്ദി. നെഹ്റു യുവകേന്ദ്ര കണ്ണൂരിൽ സംഘടിപ്പിച്ച വികസിത് ഭാരത് അറ്റ് 2047 ജില്ലാതല പ്രസംഗ മത്സരത്തിൽ സോബിൻ തോമസ് 1ാം സ്ഥാനവും ശ്രദ്ധ സി രഞ്ജിത്ത് 2ാം സ്ഥാനവും നേടി. നവനീത് ചന്ദ്രൻ, വൈഷ്ണവി എസ് വിജയൻ എന്നിവർ 3ാം സ്ഥാനം പങ്കിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 16, 17 തീയതികളിൽ കേരളത്തിലെത്തും. ജനുവരി 16 വൈകുന്നേരം കൊച്ചിയിലെത്തുന്ന ശ്രീ മോദി റോഡ് ഷോയിൽ പങ്കെടുക്കും. 17 രാവിലെ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കും. സഹകരണ മേഖലയിൽ വ്യവസായ പാർക്കുകളും എസ്റ്റേറ്റുകളും ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി പി രാജീവ്. സഹകരണ മന്ത്രി വി എൻ വാസവന്റെ സാന്നിധ്യത്തിൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ ഇത് സംബന്ധിച്ച് ധാരണയായതായും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന സന്ദേശവുമായി ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 17 വരെ നടക്കുന്ന വാരാചരണത്തിൽ നിരവധി ബോധവൽക്കരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്ത് ഓരോ വർഷവും റോഡ് അപകടങ്ങളിൽ ലക്ഷക്കണക്കിന് ജീവനുകളാണ് പൊലിയുന്നത്. റോഡ് സുരക്ഷ ഒരു പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നമാണെന്ന് തെളിയിക്കുന്നതാണ് ഇന്ത്യയിലെ റോഡ് അപകട കണക്കുകൾ. അശ്രദ്ധമായ ഡ്രൈവിംഗ്, മൊബൈൽ ഫോൺ ഉപയോഗം, ട്രാഫിക് നിയമങ്ങളുടെ ലംഘനം, മത്സര ഓട്ടം, റോഡുകളുടെ ശോചനീയാവസ്ഥ, വാഹനങ്ങളുടെ കേടുപാടും കാലപ്പഴക്കവും, റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള അനധികൃത പാർക്കിംഗ് എല്ലാം റോഡ് അപകടങ്ങൾക്ക് കാരണമാകുന്നു. അറ്റകുറ്റപ്പണികൾക്കായി റോഡുകൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കുഴിക്കുന്നതും കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തതും അപകടം ക്ഷണിച്ചു വരുത്തുന്നു. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക, ഒപ്പം അപകടത്തിൽപ്പെടുന്നവർക്ക് കാലതാമസമില്ലാതെ മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ദേശീയ റോഡ് സുരക്ഷാ നയം നടപ്പിലാക്കിയത്. ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ഒരാഴ്ചക്കാലം നീളുന്ന വിവിധ പരിപാടികൾ, പ്രചാരണങ്ങൾ, മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപകടം മൂലം നിരത്തുകളിൽ നഷ്ടമാകുന്ന ജീവനുകൾക്ക് ഒരിക്കലും കാരണക്കാരാകില്ല എന്ന ദൃഢനിശ്ചയം നാം ഓരോരുത്തരും കൈക്കൊള്ളണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ട്രാഫിക് വാരാചരണത്തിന്റെ ഭാഗമായി കേരളത്തിലെ 2000 മൈ ഭാരത് വോളണ്ടിയർമാർക്ക് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിശീലനം നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ജമ്മുകശ്മീർ ക്രിക്കറ്റ് അസോസിയേഷനിലെ സാമ്പത്തിക ക്രമക്കേടിൽ നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിച്ചുവരുത്തി. ശ്രീനഗറിലെ ഇഡി ഓഫീസിലെത്തി മൊഴി നൽകാനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. മൊഹാലിയിലെ പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷൻ IS ബിന്ദ്ര സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുന്ന T20 മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി ഏറ്റുമുട്ടും. വൈകുന്നേരം 7-നാണ് മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ രോഹിത് ശർമ്മയാണ് ടീമിനെ നയിക്കുക. ഇന്ത്യ ഉൾപ്പെടെ 24 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് നാളെ ഖത്തറിൽ തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഖത്തർ ലെബനനെ നേരിടും. പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നാളെ. പേട്ടതുള്ളലിന് മുന്നോടിയായി ഇന്ന് രാത്രി എരുമേലിയിൽ ചന്ദനക്കുടം ഘോഷയാത്ര നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. മകരവിളക്ക് തീർത്ഥാടന കാലത്തെ പ്രധാന ആചാരങ്ങളിലൊന്നായ എരുമേലി പേട്ടതുള്ളലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എരുമേലി മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ചന്ദനക്കുട ഘോഷയാത്ര വൈകിട്ട് വാവരുപള്ളി എന്നറിയപ്പെടുന്ന നയനാർ പള്ളിയിൽ നിന്ന് ആരംഭിക്കും. മന്ത്രി വി എൻ വാസവൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലും പേട്ട ശാസ്താ ക്ഷേത്രത്തിലും ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും. ഘോഷയാത്രയ്ക്ക് മുൻപായി അമ്പലപ്പുഴ പേട്ടതുള്ളൽ സംഘവും ജമാഅത്ത് പ്രതിനിധികളും മതസാമുദായിക പ്രതിനിധികളും പങ്കെടുക്കുന്ന സൗഹൃദ സമ്മേളനം നടക്കും. എരുമേലി പേട്ടതുള്ളൽ പ്രമാണിച്ച് നാളെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് പരിധിയിലെ എല്ലാ സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പൊതുപരിപാടികൾക്കും പൊതുപരീക്ഷകൾക്കും അവധി ബാധകമല്ല. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 122 പോയിന്റ് നേട്ടത്തിൽ 71,780-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 47 പോയിന്റ് നേട്ടത്തിൽ 21,665-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 46,080 രൂപയും ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 5,760 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. എന്റെ ഭാരതം വികസിത ഭാരതം അറ്റ് 2047 യുവാക്കൾ യുവാക്കൾക്കായി എന്ന സന്ദേശവുമായി ഈ വർഷത്തെ ദേശീയ യുവജനോത്സവം നാസിക്കിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര പദ്ധതികൾക്ക് സംസ്ഥാനത്ത് വേണ്ട പരിഗണന ലഭിക്കുന്നില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ. വികസന പദ്ധതികൾ അർഹരായവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുറപ്പുവരുത്തുകയാണ് വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭരണഘടന അനുശാസിക്കുന്ന മാർഗത്തിലൂടെ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള
കേരളത്തിൽ ഗവർണർക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ ദൌർഭാഗ്യകരമാണെന്നും ഗോവ ഗവർണർ. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് സംസ്ഥാനത്ത് വൻ ജനപങ്കാളിത്തം. മതസൌഹാർദ്ദത്തിന്റെ നന്മകൾ വിളിച്ചോതുന്ന എരുമേലി ചന്ദനക്കുടം ഘോഷയാത്ര ഇന്ന്. പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നാളെ. മൊഹാലിയിൽ ഇന്ന് നടക്കുന്ന T20 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.